ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മള് ഇപ്പൊ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന ചാപ്റ്ററിലാണ് നിൽക്കുന്നത്. അതില് ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അതിന്റെ ഫോർമാറ്റും ഷെഡ്യൂൾസും അതിലെ സ്പെഷ്യൽ ഐറ്റംസിന്റെ ട്രീറ്റ്മെന്റും നമ്മൾ ഇന്നലെ വരെ പഠിച്ചു. ഇനി അതിലെ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഫൈനൽ അക്കൗണ്ട് ചെയ്യണം, റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ നമുക്ക് ചെയ്യാനുണ്ട്. അതിനു മുൻപേ 4 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്ന് ഡിറ്റർമിൻ ചെയ്ത്, ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്ന് നിർണയിക്കുക. അത് 4 മാർക്കിന് ചെറിയ നമ്മൾ മനസ്സിലാക്കിയ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ ഇൻഫർമേഷനും ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് അത് വെച്ചൊന്ന് കണ്ടാൽ മാത്രം മതി. ഈ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് നേടാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താ ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്? നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം കോൺട്രാക്ട് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 15 വർഷത്തേക്ക് ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു എന്ന് വിചാരിക്കും. 15 വർഷത്തേക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഇൻഷുറൻസ് പോളിസി 15 വർഷമാണ് ഞാൻ എന്തടക്കേണ്ടത്? പ്രീമിയം അടക്കേണ്ടത്. പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും 15 വർഷം നമ്മൾ പ്രീമിയം അടക്കുമെന്ന് പറയാൻ പറ്റും. അതിന്റെ ഇടയിൽ നമ്മൾ തട്ടിപ്പോയാൽ എന്താ ചെയ്യുക? ഇൻഷുറൻസ് കമ്പനിക്ക് എന്ത് തരേണ്ടി വരും? ക്ലെയിം തരേണ്ടി വരും. പക്ഷെ 15 വർഷം നമ്മൾ പ്രീമിയം അടച്ചോ? ഇല്ല. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ലയബിലിറ്റി. നമുക്കൊന്നുകൂടി നോക്കാം. ദർ ഈസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ക്ലെയിംസ് വിച്ച് ആർ എക്സ്പെക്ടഡ് ടു ബി റൈസ് ആൻഡ് പ്രീമിയംസ് വിച്ച് ആർ എക്സ്പെക്ടഡ് ടു ബി റിസീവ്ഡ്. പ്രീമിയം കിട്ടുന്നത് അല്ലെ, നമുക്കിപ്പോ 15 വർഷം പ്രീമിയം കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫോർ എക്സാമ്പിൾ ഒരു 8 വർഷം ആയപ്പോഴേക്കും ഞാൻ മരിച്ചു എന്ന് വിചാരിക്കും. 8 വർഷം ആയപ്പോഴേക്കും ഞാൻ മരിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ശരിക്കും 15 വർഷക്കാലം കിട്ടേണ്ട പ്രീമിയം എത്ര വർഷക്കാലം കിട്ടിയുള്ളൂ? 8 വർഷം. അപ്പോഴേക്കും തന്നെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വന്നു? ക്ലെയിം കൊടുക്കേണ്ടി വന്നു. അപ്പോ നമുക്ക് ശരിക്കും കിട്ടേണ്ടിയിരുന്ന പ്രീമിയം എന്ന് പറയുന്നത് 15 വർഷക്കാലത്തതായിരുന്നു. പക്ഷെ എത്രേ കിട്ടിയിട്ടുള്ളൂ? 8 വർഷം. അപ്പോഴേക്കും നമ്മൾ എന്ത് കൊടുക്കേണ്ടി വന്നു? ആ ക്ലെയിം കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഈ 8 വർഷത്തിൽ നിന്ന് പിന്നെ 15 വർഷത്തേക്ക് വീണ്ടും എത്ര വർഷം പോകണം? 7 വർഷം പോകണം. ആ 7 വർഷം എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ്. അത്രയും ഗ്യാപ്പിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല? പ്രീമിയം ആർക്ക് കൊടുക്കുന്നില്ല? കമ്പനിക്ക് കൊടുക്കുന്നുണ്ട് നമ്മള്? ഇല്ല. അപ്പൊ നമ്മൾ മരിച്ചുപോയി. നമുക്ക് കിട്ടാനുള്ള എന്തും കിട്ടി. ക്ലെയിം നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നോമിനിക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് കിട്ടുമോ? പ്രീമിയം കിട്ടുമോ? ഇല്ല. അപ്പൊ ആ പ്രീമിയം, ആ കിട്ടേണ്ടിയിരുന്ന ആ പ്രീമിയം, ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലയബിലിറ്റിയാണ്, നെറ്റ് ലയബിലിറ്റിയാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഞാൻ 15 വർഷക്കാലത്തെ ഒരു പോളിസിയാണ് എടുത്തത്. 15 വർഷവും ഞാൻ പ്രീമിയം അടക്കണം. പക്ഷെ 8 വർഷം അടച്ചപ്പോൾ ഒരു എല്ലാവരും എളുപ്പം നിങ്ങൾ 10 വർഷം അടച്ചപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു? മരിച്ചു. ഓക്കെ, എനിക്ക് 1.5 ലക്ഷത്തിന്റെ പോളിസിയാണ് ഞാൻ എടുത്തതെന്ന് വിചാരിക്കും. ഈ 10 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാല് ആ പോളിസി എന്റെ നോമിനി ആരാണോ, ഞാൻ പറഞ്ഞിരുന്നു അന്ന് എന്റെ മദർ ആണെന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു അല്ലെ, എന്റെ മദറിന് ആ 1.5 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. ഇൻഷുറൻസ് കമ്പനിക്ക് അവിടെ ഒരു നഷ്ടം വന്നിട്ടുണ്ട്. 15 വർഷം അടക്കേണ്ട പോളിസിയുടെ പ്രീമിയം എത്ര വർഷമേ കിട്ടിയിട്ടുള്ളൂ? 10 വർഷം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ആ 5 വർഷം ഉണ്ടല്ലോ, അത് ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലയബിലിറ്റിയാണ്. അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ലയബിലിറ്റി. ഓക്കെ, കിട്ടിയോ? ഇനി there is a gap between claims which are expected to rise and premium which are expected to be received. Okay, this gap is known as the net liability of the insurance company. ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ലയബിലിറ്റി. ഓക്കെ, നെറ്റ് ലയബിലിറ്റി is the excess of present value of future claims of current policies over the present value of premium to be received in future in respect of the current policies. എന്താണ് നെറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്? എക്സസ് ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്ലെയിംസ്.
നമുക്ക് ആ 5 വർഷം ഉണ്ടല്ലോ ഫ്യൂച്ചറിൽ കിട്ടേണ്ട ആ ക്ലെയിം ഉണ്ടല്ലോ, ഫ്യൂച്ചർ ക്ലെയിംസിന്റെ പ്രസന്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് ഏതെന്ന് പറയുന്നത്, ഫ്യൂച്ചറിൽ കിട്ടേണ്ടിയിരുന്ന എന്തിന്റെ പ്രസന്റ് വാല്യൂ, പ്രീമിയത്തിന്റെ പ്രസന്റ് വാല്യൂ എങ്കിൽ അതിന് ആ എക്സസ് എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, നെറ്റ് ലയബിലിറ്റി. ഒന്നുകൂടി പറയാം, നെറ്റ് ലയബിലിറ്റി ഈസ് ദി എക്സസ് ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്ലെയിംസ് ഓഫ് കറന്റ് പോളിസീസ് over the present value of premium to be received in future in respect of the current policy. നമ്മുടെ പോളിസിന്മേൽ ഫ്യൂച്ചറിൽ കിട്ടേണ്ടിയിരുന്ന പ്രസന്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണ് നമ്മൾ കൊടുത്ത ക്ലെയിം എങ്കിൽ അതിന് ആ എക്സസ് ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് പ്രീമിയം ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ എന്നാണ് അല്ലെ. എക്സസ് ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്ലെയിംസ്, ഫ്യൂച്ചറിൽ കൊടുക്കേണ്ട ക്ലെയിംസിന്റെ പ്രസന്റ് വാല്യൂ കൂടുതലാണ് ഏതിനേക്കാൾ, ഫ്യൂച്ചറിൽ അങ്ങോട്ട് കൊടുക്കേണ്ടിയിരുന്ന പ്രീമിയത്തെക്കാൾ എങ്കിൽ അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ലയബിലിറ്റിയാണ്. നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കട്ടോ. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് ആ 5 വർഷത്തെ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കൊടുത്തു ക്ലെയിം, നമ്മൾ 10ാം വർഷം തന്നെ കൊടുത്തു. അപ്പൊ ആ ക്ലെയിമിന്റെ പ്രസന്റ് വാല്യൂവിനെ കൂടുതലാണ് ഏതിനേക്കാൾ, ആ ഫ്യൂച്ചറിലെ പ്രീമിയത്തിന്റെ പ്രസന്റ് വാല്യൂയേക്കാൾ എങ്കിൽ അവിടെ എന്ത് വന്നു, ലയബിലിറ്റി വന്നു. അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ലയബിലിറ്റി. ദിസ് നെറ്റ് ലയബിലിറ്റി ഇൻ ഓൾ ഔട്ട്സ്റ്റാൻഡിംഗ് പോളിസീസ് must be ascertained to find out the profit of the life insurance business. നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് ബിസിനസിന്റെ പ്രോഫിറ്റ് നിർണ്ണയിക്കണം. അതാണല്ലോ നമ്മുടെ ഹെഡിങ് തന്നെ. എന്താണ്, ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ആണ്. ലൈഫ് ഇൻഷുറൻസ് ബിസിനസിന്റെ പ്രോഫിറ്റ് എത്രയാണ് എന്ന് നിർണ്ണയിക്കുക. അത് നിർണ്ണയിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടെത്തണം, ഈ നെറ്റ് ലയബിലിറ്റി കണ്ടെത്തണം. മനസ്സിലായോ? ഈ നെറ്റ് ലയബിലിറ്റി കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ആ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്ന് നിർണ്ണയിക്കാൻ പറ്റുള്ളൂ. ആ നെറ്റ് ലയബിലിറ്റി കണ്ടെത്തുന്നത് ആരാണ്? എല്ലാവർക്കും നെറ്റ് ലയബിലിറ്റി കണ്ടെത്താൻ പറ്റൂല. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സ്പേർട്ടിനെ അപ്പോയിന്റ് ചെയ്യും. ആ എക്സ്പേർട്ടിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വറീസ്. ആരാണ്? ആക്ച്വറീസ്. ഓക്കെ. അപ്പോ നമ്മുടെ നെറ്റ് കാൽക്കുലേഷൻ ഈസ് ഡൺ ബൈ എക്സ്പേർട്ട് കോൾഡ് ആക്ച്വറീസ്. ഈ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ എക്സ്പേർട്ടിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വറീസ്. ഇനി ദി പ്രോസസ് ബൈ വിച്ച് ദി നെറ്റ് ലയബിലിറ്റി ഈസ് അസർട്ടൈൻഡ് ബൈ ദി ആക്ച്വറീസ് ഈസ് കോൾഡ് ആക്ച്വറിയൽ വാല്യുവേഷൻ. എന്താ പറഞ്ഞത്? ഈ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന എക്സ്പേർട്ടിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വറീസ്. ഈ ആക്ച്വറീസ് എന്ന് പറയുന്ന ആള് നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന, ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ആക്ച്വറിയൽ വാല്യുവേഷൻ. കിട്ടിയോ? എന്താണ് നെറ്റ് ലയബിലിറ്റി? ഓക്കെ, നമുക്കറിയാം ക്ലെയിമും എന്താണ് ഈ പ്രീമിയം, ഫ്യൂച്ചറിൽ കിട്ടേണ്ട പ്രീമിയം തമ്മിൽ എന്തുണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ നെറ്റ് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത്. എന്താണ് നെറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാല് എക്സസ് ഓഫ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ക്ലെയിംസ് ഇൻ ദി കറന്റ് പോളിസീസ് ഓവർ ദി പ്രസന്റ് വാല്യൂ ഓഫ് പ്രീമിയം ടു ബി റിസീവ്ഡ് ഇൻ ഫ്യൂച്ചർ ഇൻ ദി കറന്റ് പോളിസീസ്. ഓക്കെ. ഈ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പേർട്ടിനെ അപ്പോയിന്റ് ചെയ്യും. അയാളെ വിളിക്കുന്ന പേരാണ് ആക്ച്വറീസ്. അയാള് ആ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വറിയൽ വാല്യുവേഷൻ. അങ്ങനെ ഇപ്പോ നെറ്റ് ലയബിലിറ്റി ആര് കാൽക്കുലേറ്റ് ചെയ്തു? ഈ ആക്ച്വറി കാൽക്കുലേറ്റ് ചെയ്തു. ആ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ടു അസർട്ടൈൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്, നമുക്ക് എന്ത് ചെയ്യണം? ഈ ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ഉണ്ടായിട്ടുള്ളത്, ലോസ് ആണോ ഉണ്ടായിട്ടുള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് the net liability is to be compared with the life assurance fund on a particular date. ഓക്കെ, നമ്മൾ ലൈഫ് അഷുറൻസ് ഫണ്ട്, അതായത് ക്ലെയിം എത്രയാണ് അഷ്യൂർ ചെയ്യുന്ന എമൗണ്ട് അല്ലെ, ആ അഷ്യൂർ ചെയ്യുന്ന എമൗണ്ടിനെ ഈ നെറ്റ് ലയബിലിറ്റിയുമായിട്ട് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഓക്കെ, ഇപ്പോ എനിക്ക് 1.5 ലക്ഷത്തിന്റെ പോളിസിയാണ് ഞാൻ എടുത്തത്. എന്റെ ലൈഫ് അഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷമാണ്. ആ 1.5 ലക്ഷത്തിന്റെ പോളിസി ഞാൻ എടുത്തു. 15 വർഷം അതിന്റെ പ്രീമിയം അടക്കണമായിരുന്നു. പക്ഷെ 10 വർഷമേ അടച്ചുള്ളൂ. ആകെ 1 ലക്ഷം പോലും പ്രീമിയം ആയിട്ടില്ല എന്ന് വിചാരിക്ക്. അങ്ങനെയാണെങ്കിൽ അവിടെ
ഈ അഷുറൻസ് ഫണ്ടും ഈ നെറ്റ് ലയബിലിറ്റിയും തമ്മിൽ എന്താണ് ഒരു 5 ലക്ഷത്തിന്റെ വ്യത്യാസം വരും. ഓക്കെ, 5 ലക്ഷത്തിന്റെ 50,000 വ്യത്യാസം വരും. ഓക്കെ, ആ വ്യത്യാസം അല്ലെ. അപ്പൊ ഈ ലൈഫ് അഷുറൻസ് ഫണ്ടും ഈ നെറ്റ് ലയബിലിറ്റിയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് ആ ഇൻഷുറൻസ് ബിസിനസിന് പ്രോഫിറ്റ് ആണോ ഉണ്ടായത്, ലോസ് ആണോ ഉണ്ടായത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ടു അസർടെയിൻ ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്, the net liability is to be compared with the life assurance fund on a particular date. This comparison is done in a separate statement. അത് തോന്നിയ പോലെ കമ്പയർ ചെയ്യല്ല. This comparison ഈ നെറ്റ് ലയബിലിറ്റിയും ലൈഫ് അഷുറൻസ് ഫണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. ലൈഫ് അഷുറൻസ് ഫണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. അത് കമ്പയർ ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റിലാണ്. ആ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. എന്താണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്? നമുക്ക് പ്രോബ്ലം തരിക എങ്ങനെയാണെന്നറിയോ, ഈ നെറ്റ് ലയബിലിറ്റി ലൈഫ് അഷുറൻസ് ഫണ്ടും ഒക്കെ തന്നിട്ട് ഈ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ സർപ്ലസ് ആണോ ഡെഫിഷ്യൻസി ആണോ ഉണ്ടായത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പ്രോബ്ലം തരിക. പരീക്ഷയ്ക്ക് 4 മാർക്കിന് ചോദിക്കുക ഈ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്. ഓക്കെ, അപ്പോ നമ്മൾ കമ്പാരിസൺ നടത്തുകയാണ്. നെറ്റ് ലയബിലിറ്റിയും ലൈഫ് അഷുറൻസ് ഫണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നിർണ്ണയിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ദിസ് കമ്പാരിസൺ ഈസ് ഡൺ ഇൻ എ സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് കോൾഡ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റിലാണ് നമ്മൾ ആ കമ്പാരിസൺ നടത്തുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. ഓക്കെ, if the amount of life assurance fund is more than the net liability, അതായത് ഈ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഇതാ ഇവിടെ ടു നെറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു എഴുതും. ഇവിടെ ബൈ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് അല്ലെങ്കിൽ ലൈഫ് അഷുറൻസ് ഫണ്ട് ആസ് പെർ ബാലൻസ് ഷീറ്റ് അത് ഇവിടെയും എഴുതും. ഇനി ഈ ലൈഫ് അഷുറൻസ് ഫണ്ട് ആണ് ഏതിനേക്കാൾ കൂടുതൽ, നെറ്റ് ലയബിലിറ്റിയേക്കാൾ കൂടുതൽ എങ്കിൽ എന്തായിരിക്കും, സർപ്ലസ് ആയിരിക്കും. കിട്ടിയോ നിങ്ങൾക്ക്? If the amount of life insurance fund, ഇതിനാകെ കാണാതെ പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് നെറ്റ് ലയബിലിറ്റി ഇവിടെ എഴുതുന്നു, ദെൻ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ഇവിടെ എഴുതുന്നു. ഇനി ഈ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് എന്ന് പറയുന്നത് കൂടുതലാണ് ഏതിനേക്കാൾ, ലയബിലിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുക, ദി എക്സസ് ഈസ് ട്രീറ്റഡ് ആസ് സർപ്ലസ് ഓർ പ്രോഫിറ്റ്. ഓക്കെ, ആ എക്സസിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ്. നേരെ തിരിച്ചു വരാം, എപ്പോഴും പ്രോഫിറ്റ് ആവോ? ഇല്ല, ലോസും ഉണ്ടാവാം അല്ലെ. അതായത് ഇഫ് ദി നെറ്റ് ലയബിലിറ്റി ഈസ് മോർ, ഇതാണ് കൂടുതൽ ഏതിനേക്കാൾ, ഇവിടേക്കാൾ എങ്കിൽ ബാലൻസ് ഇവിടെ അല്ലേ വരിക, അതിന് നമ്മൾ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ലോസ് എന്നാണ് വിളിക്കുക. അപ്പൊ എന്താണ്, ഇഫ് ദി എമൗണ്ട് ഓഫ് ലൈഫ് അഷുറൻസ് ഫണ്ട് ഈസ് മോർ ദാൻ ദി നെറ്റ് ലയബിലിറ്റി ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് സർപ്ലസ്. If the amount of net liability is more than life insurance fund, life insurance ഫണ്ടിനേക്കാൾ കൂടുതലാണ് നെറ്റ് ലയബിലിറ്റി എങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടാകുക, ഡെഫിഷ്യൻസി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിന്റെ ഈ ഫോർമാറ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇവിടെ നെറ്റ് ലയബിലിറ്റി ലൈഫ് ഇൻഷുറൻസ് ഫണ്ട് ഇതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ ഇവിടെ പ്രോഫിറ്റ് കിട്ടും, ലയബിലിറ്റി ആണ് കൂടുതൽ എങ്കിൽ ലോസ് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ആണ് കിട്ടിയത് എന്ന് വിചാരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് കിട്ടിയത് പ്രോഫിറ്റ് ആണ് എങ്കിൽ ആ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം, സർപ്ലസ് നമ്മൾ ഡിസ്പോസ് ചെയ്യണം അല്ലെ. പ്രോഫിറ്റ് കിട്ടിയത് ഇൻഷുറൻസ് കമ്പനി ഇങ്ങനെ എന്താണ് അട്ടിക്കട്ടിക്ക് വെക്കുമായിരിക്കോ? ഇല്ല. എന്താ ചെയ്യുക, അത് പോളിസി ഹോൾഡേഴ്സിന് എന്ത് ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോ അക്കോർഡിംഗ് ടു സെക്ഷൻ 28 ഓഫ് ദി LIC ആക്ട് 1956, 95% ഓഫ് ദി സർപ്ലസ് 95% of the surplus must be distributed to policy holders in the form of bonus in respect of it the profit of policies. ഇപ്പൊ കിട്ടിയ സർപ്ലസിന്റെ 95% ബോണസ് ആയിട്ട് ആർക്ക് കൊടുക്കണം എന്നാ പറയുന്നത്, പോളിസി ഹോൾഡേഴ്സിന്. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പൊ 75,000 രൂപയാണ് സം അഷ്യൂർഡ് എങ്കിൽ അതിന്റെ കൂടെ അതിന്റെ ബോണസും കൂടിയും കൂട്ടിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ പ്രോഫിറ്റിന്റെ 95% ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, പോളിസി ഹോൾഡേഴ്സിന് തന്നെ ഡിസ്ട്രിബ്യൂട്ട്. ഇപ്പൊ ഞാനാണ് പോളിസി എടുത്തത് അല്ലേ, അപ്പൊ എന്റെ പോളിസിയുടെ അതായത്
ആ പോളിസിയുടെ എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് അസർട്ടൈൻ ചെയ്തിട്ട് ആ പ്രോഫിറ്റിന്റെ 95% എന്ത് ചെയ്യും, പോളിസി ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ബാക്കി 5% ഗവൺമെന്റ് പറയുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നീക്കി വെക്കും. ഓക്കെ, the balance 5% may be utilized for such purpose as determined by the central government. സെൻട്രൽ ഗവൺമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് 5% നമ്മൾ ഉപയോഗിക്കുക. ഇനി എന്ത് ചെയ്യണം, ആ സർപ്ലസ്, ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു സർപ്ലസ് കിട്ടിയില്ലേ, ആ സർപ്ലസ് കംപ്ലീറ്റ് അങ്ങോട്ട് കൊടുക്കല്ല വേണ്ടത്. അതിന്റെ എന്ത് ചെയ്യണം, ആ സർപ്ലസിന്റെ സർപ്ലസ് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് സർപ്ലസ് എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത്, എങ്ങനെ സർപ്ലസ് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഇവിടെ എഴുതി. അതിന്റെ കൂടെ വല്ല ആക്ച്വറിയൽ എക്സ്പെൻസ്, നമ്മൾ പറഞ്ഞു ആക്ച്വറി എന്ന് പറയുന്ന ആളാണ് ഇത് ചെയ്യാൻ, നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല. അയാൾ വെറുതെ ചെയ്ത് കൊടുക്കല്ല, അയാൾക്ക് അതിന് എന്ത് കൊടുക്കേണ്ടി വരും, പേയ്മെന്റ് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ആക്ച്വറിയൽ എക്സ്പെൻസസ് അതിൽ നിന്ന് ലെസ് ചെയ്യണം. ലെസ് ഡിവിഡന്റ് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് വല്ല ഡിവിഡന്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഈ സർപ്ലസിൽ നിന്നും ലെസ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ടിനോട് കൂടി ഇന്ററിം ബോണസ്, വല്ല ഇന്ററിം ബോണസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് നെറ്റ് സർപ്ലസ് എന്ന് പറയുന്നത്. കിട്ടിയോ? ഈ ഫോർമാറ്റും നിങ്ങൾ മനസ്സിലുണ്ടാവണം. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ടു നെറ്റ് ലയബിലിറ്റി, ഇവിടെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്, എന്നിട്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ഇവിടെ ആണെങ്കിൽ സർപ്ലസ്, ഇവിടെ ആണെങ്കിൽ ഡെഫിഷ്യൻസി. ഈ സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, സർപ്ലസ് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഡിസ്പോസൽ ഓഫ് സർപ്ലസിന്റെ ഹെഡിങ് കൊടുത്തിട്ട് സർപ്ലസ് ആസ് പെർ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഇവിടെ എഴുതുക. അതിൽ നിന്നും ആക്ച്വറിയൽ എക്സ്പെൻസസും ഡിവിഡന്റ് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സും ലെസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ടിനോട് കൂടി ഇന്ററിം ബോണസും കൂടി കൂട്ടിയിട്ട് കിട്ടുന്നതാണ് നെറ്റ് സർപ്ലസ്. ഇവിടെ നമുക്ക് ഗ്രോസ് സർപ്ലസ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോ അതാണ് നമ്മൾ നെറ്റ് സർപ്ലസ്. ഇനി ഈ കിട്ടിയ നെറ്റ് സർപ്ലസിന്റെ ഏറ്റവും എന്താണ് 95% നമ്മൾ എന്ത് കൊടുക്കും, ആർക്ക് കൊടുക്കുമെന്നാ പറയുന്നത്, പേബിൾ ടു പോളിസി ഹോൾഡേഴ്സ് ആസ് ബോണസ് ആയിട്ട്. ഇത് ഗ്രോസ് സർപ്ലസ് ആണ്. ഈ സർപ്ലസിൽ നിന്നും ആക്ച്വറിയൽ എക്സ്പെൻസും ഡിവിഡന്റ് പേബിൾ ടു ഷെയർ ഹോൾഡേഴ്സും ലെസ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഇന്ററിം ബോണസ് ആഡ് ചെയ്തിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് സർപ്ലസ്. ഈ നെറ്റ് സർപ്ലസിന്റെ 95% പോളിസി ഹോൾഡേഴ്സിന് എന്തായിട്ട് കൊടുക്കണം, ബോണസ് ആയിട്ട് കൊടുക്കണം. വൈൽ പേയിങ് ദി എമൗണ്ട്. ഓക്കെ, കിട്ടിയോ നിങ്ങൾക്ക്? ഇത്രയാണ്. കൂടുതൽ നേരം ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒന്നുകൂടി വീണ്ടും കേട്ടു നോക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ക്ലെയിമും നമുക്ക് കിട്ടേണ്ടിയിരുന്ന പ്രീമിയവും തമ്മിൽ, നമുക്കല്ല നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്ക് കിട്ടേണ്ടിയിരുന്ന പ്രീമിയം അവർ കൊടുക്കേണ്ട ക്ലെയിമും തമ്മിലുള്ള ആ ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് ലയബിലിറ്റി. ഈ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സ്പേർട്ടാണ്, അയാളെ വിളിക്കുന്ന പേരാണ് ആക്ച്വറി. നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വറിയൽ വാല്യുവേഷൻ. അങ്ങനെ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നെറ്റ് ലയബിലിറ്റിയും ലൈഫ് അഷുറൻസ് ഫണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ കമ്പനിക്കുള്ളത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിന്റെ ഡെബിറ്റ് ഈ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു, നെറ്റ് ലയബിലിറ്റിയും ഇവിടെ ലൈഫ് ഇൻഷുറൻസ് ഫണ്ടും എഴുതും. എന്നിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിനേക്കാൾ കൂടുതൽ എങ്കിൽ സർപ്ലസും, അതായത് ലയബിലിറ്റി കൂടുതലാണെങ്കിൽ ഡെഫിഷ്യൻസി ആയിരിക്കും. ഇനിയിപ്പോ സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സർപ്ലസിന്റെ ഡിസ്പോസൽ കാണിക്കാൻ വേണ്ടി വേറൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. അപ്പൊ സർപ്ലസ് ഇവിടെ എഴുതുന്നു. അതിൽ നിന്നും ആക്ച്വറിയൽ എക്സ്പെൻസും ഡിവിഡന്റ് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സും ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എമൗണ്ടിനോട് കൂടി ഇന്ററിം ബോണസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് ആണ് നെറ്റ് സർപ്ലസ്. ഈ നെറ്റ് സർപ്ലസിന്റെ 95% ആർക്ക് കൊടുക്കും, പോളിസി ഹോൾഡേഴ്സിന് എന്തായിട്ട് കൊടുക്കും, ബോണസ് ആയിട്ട് കൊടുക്കും. ബാക്കി 5% സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന കാര്യത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഇനി ഈ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുകയും അങ്ങനെ നമ്മൾ നെറ്റ് സർപ്ലസ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു 1, 2, 3 പ്രോബ്ലം നമ്മൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഫൈനൽ അക്കൗണ്ടും ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീരും. റവന്യൂ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും 2, 3, 4 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ തീരും. ഓക്കെ, താങ്ക് യു.